നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോയിലേക്ക്. ഇന്ന് നമുക്ക് മഹാരാഷ്ട്രൻ സ്റ്റൈലിൽ മാങ്ങ അച്ചാർ ഉണ്ടാക്കണം. അതിനുവേണ്ടി 1 കിലോ മാങ്ങ മേടിച്ചിട്ടുണ്ട്. എല്ലാം കഴുകി നല്ല ക്ലീനാക്കി വെച്ചതാണ്. നമുക്കിനി കട്ട് ചെയ്ത് വെക്കണം. ഒരു തുള്ളിയും ഒരു നനവ് പോലും ഉണ്ടാകാൻ പാടില്ല മാങ്ങക്ക്. നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. മാങ്ങേൻ്റെ പരിപ്പ് എടുത്ത് കളയണം. അങ്ങനെയാണ് ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ അച്ചാർ ഉണ്ടാക്കേണ്ടത്. മഹാരാഷ്ട്രൻ അച്ചാർ നല്ല ഫേമസാണ്. നമ്മളെ കേരളത്തിലെ ആൾക്കാർക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെ ടൗണിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടും അച്ചാറിന് വേണ്ടി. മൂത്ത മാങ്ങയാണ് ഇതിന് നല്ലത്. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. മാങ്ങയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ പരിപ്പ് എടുത്ത് കളയണം. ഇനി നമുക്ക് നല്ലപോലെ ഉപ്പ്, കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പും 1 ടേബിൾ സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് പെറുക്കി വെക്കണം. ഇനി നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം തികച്ചും നമുക്ക് അടച്ചു വെക്കാം. പിറ്റേന്ന് രാവിലെയായി, ഒരു ദിവസം തേച്ചുമായി. ഇതാ മാങ്ങേൻ്റെ വെള്ളം കണ്ട. ഈ മാങ്ങേൻ്റെ വെള്ളം നമുക്ക് എടുക്കണ്ട. ഇനി മാങ്ങ വെയിലത്തിടണം. വിറ്റാമിൻ ഡി കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ട് ഇങ്ങനെ ഇവർ മാങ്ങ വെയിലത്തിട്ട് കുറച്ച് 5-6 മണിക്കൂർ വാട്ടിയിട്ട് എടുക്കും. എന്നിട്ട് വേണം അച്ചാറിടാൻ വേണ്ടി. നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. 50 ഗ്രാം ഉലുവ ഗ്യാസ് ഓണാക്കി കടായി എടുത്ത് വെച്ചതാണ്. ഇനി ഉലുവ മൂത്ത് വന്ന് ഇനി നമുക്ക് 100 ഗ്രാം കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടുമൊന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ലോങ് ഇട്ട് കൊടുക്കണം, കറാമ്പൂ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. തണുക്കുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പിന്നെയും എണ്ണ തിളപ്പിച്ച് തണുത്തിട്ട് വേണം നമുക്ക് അച്ചാറുണ്ടാക്കാൻ. എണ്ണ തണുക്കട്ടെ. അപ്പോഴത്തെ നമുക്ക് മസാല പൊടിച്ച് കൊണ്ടുവരാം. മസാല പൊടിച്ച് വന്ന് അത് അധികം നൈസായി പൊടിച്ചിട്ടില്ല. എണ്ണ തണുത്ത് വന്ന് ഇളം ചൂടേ ഉള്ളൂ. ഇനി നമുക്ക് പൊടിച്ച് വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം എണ്ണയിൽ. ഇനി അത് കഴിയുമ്പോൾ മുളക് പൊടി 3 വലിയ സ്പൂണിന് മുളക് പൊടി ഇട്ട്, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി മാങ്ങ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി മിക്സ് ആക്കണം. ഇനി നമുക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മഹാരാഷ്ട്രൻ സ്റ്റൈലിൽ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ അച്ചാർ ഉണ്ടാക്കി ഭരണിയിലിട്ട് വെക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ അച്ചാറുണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞാലേ കൂട്ടാൻ തുടങ്ങാവും. അപ്പോഴാണ് മസാലയെല്ലാം പിടിക്കുക. അപ്പോൾ നമ്മളെ അച്ചാർ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.